ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വണ്ടി എടുത്ത ശേഷമുള്ള ആദ്യത്തെ റൈഡാട്ടോ ഞാനിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ റൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നത് നമ്മുടെ സുസുക്കിയാണ്. ആപ്കോ സുസുക്കി കോഴിക്കോട് ബ്രാഞ്ചാണ് ഇന്ന് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള പെട്രോൾ, എൻ്റെ കംപ്ലീറ്റ് എക്സ്പെൻസ്, ഫുഡ് എക്സ്പെൻസ്, അങ്ങനെ എല്ലാ കാര്യം. ഇപ്പോൾ നമ്മളോട് ഒരു 8 മണിയാകുമ്പോഴത്തേക്കും ആപ്കോയിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. സമയം ഇപ്പോൾ 7 ആയിട്ടുണ്ട്. അപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോകണം. അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി മറ്റു റൈഡേഴ്സൊക്കെ വെയിറ്റിംഗ് ആണ്. നേരെ അവരെയും കൂട്ടാം, നേരെ വിടാം. സോ അപ്പോൾ പോലെ ഓക്കെ. ഞാനിപ്പോൾ ആപ്കോ സുസുക്കിയുടെ ഷോറൂമിലാണുള്ളത്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി എടുത്ത നന്ദൻ ബ്രോ, സഹായിച്ച നന്ദൻ ബ്രോ ഉണ്ട്, പിന്നെ നമ്മുടെ മാനേജർ ബാക്കിലുണ്ട്. അപ്പോൾ ഈ റൈഡിനെ പറ്റി എന്താ ഡീറ്റെയിൽ ഒന്നും കറക്റ്റായിട്ട് എന്നോട് പറഞ്ഞു തന്നിട്ടില്ല. ഗ്രൂപ്പ് എന്തൊക്കെയോ പറയാതെ കേട്ടുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം, എന്തൊക്കെയാണ് നന്ദൻ ബ്രോ നമ്മുടെ ഇന്നത്തെ പ്ലാനിങ്? നമ്മളിപ്പോൾ വിസ്ട്രോം ഇറങ്ങിയപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മേപ്പാടിയായിരുന്നു കണ്ടക്ട് ചെയ്തിരുന്നത്, മേപ്പാടിയിലേക്കുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ആൾക്കാർ ഇപ്പോൾ നമുക്ക് റൈഡേഴ്സ് കൂടി നമ്മൾ ഗ്രൂപ്പിലേക്ക് എണ്ണം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ വണ്ടികൾ, പിന്നെ ഇന്നിപ്പോൾ കണ്ടക്ട് ചെയ്ത റിപ്പബ്ലിക് ഡേൻ്റെ റൈഡാണ്. അതിന് നമ്മൾ ഇരിപ്പ് വാട്ടർഫോൾസിലേക്കാണ്, കർണാടകത്തിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ടോട്ടലായിട്ട് 10-20 വണ്ടികളോളം. അല്ല, ഇരിപ്പ് വാട്ടർഫാൾസ് പറയുമ്പോൾ നമ്മുടെ തോൽപ്പട്ടി കഴിഞ്ഞിട്ട് കുട്ട. പക്ഷേ ആ റൂട്ടിലേക്ക് ഞാൻ ഒരു പ്രാവശ്യം പോയപ്പോൾ ബൈക്ക് കയറ്റി വിടുന്നില്ല കേട്ടോ, ചെറിയൊരു സീൻ ഉണ്ടായി. നോക്കട്ടെ, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ബാക്കി നമ്മൾ ഇപ്പോൾ 7:30 ഇറങ്ങിയത്, ഹാഫ് ആൻ അവർ ഇപ്പോൾ ഓൾറെഡി ലേറ്റാണ്. പിന്നെ ഫുഡ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് ആപ്കോ സുസുക്കി കാലിക്കറ്റ്. പിന്നെ ഇത് മറ്റുള്ളൊരു ഡിഫറൻസ് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പെൻസ് കൂടി അപ്പോൾ കമ്പനീൻ്റെതാണ്. എന്തൊക്കെ എക്സ്പെൻസ് ആണ് എടുക്കുക, അതാണ് എനിക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത്. നമ്മൾ പെട്രോൾ ഉണ്ട്, പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ ഫുഡിൻ്റെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഈവനിങ് സ്നാക്സ്. ഫുഡ് റേഷനറി, ചോറും കറിയാണോ? ഇല്ല, എല്ലാം നല്ല ഇതിൽ തന്നെയാണ്. പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ടീഷർട്ട്സ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തായാലും നല്ല ഇതാവട്ടെ. ഇനിയും മുന്നോട്ട് പോകണം. ഓക്കെ, വളരെ ശരിയാണ്. അങ്ങനെ ഞാൻ അവരുടെ നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ പനിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് പരിപാടിയും കൂടിയേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പോൾ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഓക്കെ, പൊളി. പറക്കത്ത പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോറൂമിന് തൊട്ടത്തിലുള്ള പമ്പ് കയറിയാണ്. ഷോറൂമിൽ തന്നെ ഒരു കൂപ്പൺ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് 8 ലിറ്റർ പെട്രോളാണ് ഇവർ അലൗ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ കൂപ്പൺ കൊണ്ട് കൊടുത്തിട്ട് നേരെ പെട്രോൾ അടിക്കണം. ടോട്ടലി ഫ്രീ ആട്ടോ. ഇതൊക്കെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കമ്പനി ഇങ്ങനെയാണ്. 8 ലിറ്റർ അല്ലേ? മതി ചേട്ടാ. आपको
ഈ ഒരു റൈഡിന് ഏകദേശം ഞങ്ങളുടെ കൂടെ 25ഓളം റൈഡേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം അവരെല്ലാം തന്നെ മുമ്പിലും പുറകിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരിപ്പ് വാട്ടർഫോൾസിലേക്കാണ്. ഇരിപ്പ് വാട്ടർഫോൾസ് എന്ന് പറയുന്നത് കർണാടക ജില്ലയിലെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ഞാനിതുവരെ അവിടെ വരെ പോയിട്ടില്ല. അപ്പോൾ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് നേരെ കോഴിക്കോട് നിന്നും നമ്മൾ താമരശ്ശേരി ചുരമൊക്കെ കയറി വയനാട്ടിൽ നിന്ന് മാനന്തവാടി വഴി തോൽപ്പെട്ടിയിൽ നിന്ന് ബോർഡർ ക്രോസ് ചെയ്ത് കർണാടകയിലെത്തുക. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്ത പാടെ തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. സോ ഇപ്പോൾ ഏകദേശം അടിവാരത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ കോഴിക്കോട് അടിവാരത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ മുതലാണ് നമ്മുടെ താമരശ്ശേരി ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏത് സമയത്താണെങ്കിലും ചുരത്തിലൂടെ പോകുന്ന ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. അത് എത്ര തവണ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈവൻ കോഴിക്കോട്ടുകാരനായ എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം സ്ഥിതി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ശരിക്കും വണ്ടി നിർത്താൻ പാടില്ല എന്നുള്ളൊരു റൂള് നിലവിലുണ്ട്. പക്ഷെ അത് ഒരുമാതിരി മറ്റിടത്ത് നിയമമായിപ്പോയി. ഈ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കാൻ പറ്റാതെ പോകാന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ല. പിന്നെ പോലീസുകാർ പറഞ്ഞതാ നമ്മുടെ ഈ പ്രവേശന കവാടം കടന്ന് വണ്ടി മുന്നോട്ട് കുറച്ചും കൂടെ ദൂരെ കൊണ്ടുവച്ചിട്ട് ഇത്രയും ദൂരം നമ്മൾ തിരിച്ച് നടന്ന് വരണം എന്നുള്ള. ഒരു പ്രാവശ്യം എന്നെ പോലീസ് പിടിച്ച സമയത്ത് അങ്ങനെയും പറഞ്ഞു. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 1/2 കിലോമീറ്റർ നടക്കണം ഈ ഒരു മുമ്പിൽ പാർക്കിംഗ് വെച്ചിട്ട് നമ്മൾ പുറകോട്ട്, എന്നാലേ ഉള്ള ഈ ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്ത്
അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിഞ്ഞു. നല്ല ചൂടുള്ള പൊറാട്ടയും നല്ല ബീഫ് കറിയും അതായിട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര ലൈറ്റായി പോയല്ലോ എന്നുള്ളത്. അപ്പോൾ എന്തിനാ വെറുതെ, അത്യാവശ്യം ഹാർഡായി തന്നെ കഴിച്ചിട്ടുണ്ട്. എനിക്ക് കുറേ കഴിയണം, ഉച്ചയാവണം. നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്ക് ഉച്ചയാവും. അപ്പോൾ അതുവരെ പിടിച്ച് നിൽക്കണമെങ്കിലേ പൊറാട്ടയാണ് ബെസ്റ്റ്. സോ സമയം കളയാനില്ല, വേഗം തന്നെ പോകണം. ഇപ്പം ഞാനുള്ളത് തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ ഉള്ളിലാട്ടോ. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു കുട്ട റൂട്ടിൽ. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ്, ഈ ഒരു തോൽപ്പെട്ടി ഫോറസ്റ്റ് ശരിക്കും എന്താ പറയുക, ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട്. അതായത് അച്ഛൻ്റെ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് വേണ്ടി തിരുനെല്ലി പോകുന്ന സമയത്ത് ഇതിലൂടെ അധികം സഞ്ചരിച്ചിട്ടുണ്ട്. ആ സമയത്താണെങ്കിലും അല്ലാതെ കർണാടകത്തിലെ പോകുന്ന വേറെ റൈഡുകളുടെ ഭാഗമായിട്ടാണെങ്കിലൊക്കെ ഭയങ്കര അടിപൊളി ഫോറസ്റ്റാണ് അത്. കുറച്ച് കാമൻ കോയറ്റാണ്, ഒരുപാട് ലോറികളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഗട്ടറുകളൊന്നും ഇല്ലാത്ത വളരെ സൂപ്പറായിട്ടുള്ള റോഡാണ്. ഭയങ്കര മരങ്ങൾ കാര്യങ്ങൾ. ഭാഗ്യമുണ്ടെങ്കിൽ ആനകളെയും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആനകളെ എൻ്റെ പേഴ്സണലി എനിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ നിന്ന് കിട്ടാറുണ്ട്, അല്ലെങ്കിൽ ഇത് കയറി നാഗർഹോളയിൽ നിന്ന് കിട്ടാറുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി നാഗർഹോള വരെ പോകുന്നില്ല. കർണാടകത്തിലെ നാഗർഹോള എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു എന്താ പറയുക ദേശീയോദ്യാനമാണ്. അപ്പോൾ അവിടെ വരെ നമ്മൾ പോകുന്നില്ല. നമ്മൾ ആക്ച്വൽ കേരള കർണാടക ബോർഡർ ക്രോസ് ചെയ്ത പാട് തന്നെ ലെഫ്റ്റിലോട്ടേക്ക് ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴിയിലൂടെയാണ് ഇരിപ്പ് വാട്ടർഫാളിലേക്ക് പോകുന്നത്. സോ അതെന്തെങ്കിലും ആവട്ടെ, എന്ത് രസമാണോ എങ്ങനെ ഓടിച്ചേ. ഈ വണ്ടി ശരിക്കും പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. ലോങ് ടൂർ പറ്റിയ സാധനമാണ്. എമ്മാരി ഹാൻഡിലിംഗ് ആണ്. ഞാൻ കൈവിട്ടാപ്പോൾ ഓടിക്കുന്നത്. ഭയങ്കര ഹാൻഡിലിംഗ് ഉണ്ട്. വളരെ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. വണ്ടി കൊണ്ടുപോയിക്കോളും നമ്മളെ. അത്രക്കും അടിപൊളിയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. വേറെ വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹിമാലയനും ഇതേമാതിരി ഒരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അതേമാതിരി അഡ്വഞ്ചർ 390 ഇതിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗണത്തിലേക്ക് ഈ ഒരു പുതിയൊരു താരത്തെ നമുക്ക് വീസ്ട്രോങ്ങിനെയും ഉൾപ്പെടുത്താൻ പറ്റും. നമ്മളിപ്പോൾ ഏകദേശം കാട്ടിക്കൂടൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് എത്തിയിട്ടോ. ഞാൻ അതിൻ്റെ അവിടെ പറയാൻ വിട്ടുപോയതാണ്. ഇപ്പം നമ്മൾ എക്സാക്റ്റ് പറയുകയാണെങ്കിൽ തിരുനെല്ലിക്ക് പോകുന്ന ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പക്കട ഉണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പക്കട ഉണ്ട് തിരുനെല്ലിയിൽ. അത് ഇതായി കാണുന്ന കേട്ടോ. ഇതാണ് ആ ഉണ്ണിയപ്പക്കട. നമുക്ക് ആ ജീപ്പല്ല ബൊലേറോ വന്ന റൂട്ടിൽ, ആ റൂട്ടിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്താൻ പറ്റും. തിരുനെല്ലി ക്ഷേത്രത്തിനെ കുറിച്ച് ഒട്ടുമിക്ക ആളുകൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ബലിതർപ്പണ കർമ്മങ്ങൾക്ക് വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്രീ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് ഇത്. ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി വരുന്ന സമയത്തൊക്കെ, ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ ഈ റൂട്ടിലേക്ക് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ഒരു ബോർഡർ വരില്ല, കേരള കർണാടക ബോർഡറായിട്ടുള്ള ആ ഒരു എൻഡ് വരെ പോയി തിരിച്ചു വരാറാണ് പതിവ്. കാരണം ഇവിടം വരെ വന്നിട്ട് ആ ബോർഡർ വരെ പോയിട്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണ് നമുക്ക്. സോ അങ്ങനെ ഒരുപാട് നേരത്തെ റൈഡിന് ശേഷം ഏകദേശം ഇപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇരിപ്പ് വാട്ടർഫോളിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. ഇനി ഓൾമോസ്റ്റ് ഒരു 10 കിലോമീറ്ററിന് താഴെയുള്ളൂ നമുക്കിനി സഞ്ചരിക്കാനുള്ളൂ. സോ ഫൈനലി ഞങ്ങളിവിടെ ഇരിപ്പ് വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര പൊരിഞ്ഞ വെയിലാട്ടോ, ഒന്നും പറയാനില്ല. ഒരുപാട് വണ്ടികളുണ്ട്, ഒരുപാട് കാറും അതേമാതിരി തന്നെ ബസ്സും കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്ന് അറിയില്ല. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് പോയി നോക്കിയാലുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഒരു കാടിൻ്റെ ഉള്ളിലുള്ള ഒരു വാട്ടർഫാളാണിത്. ഇവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഇരിപ്പ് വാട്ടർഫാൾസിലേക്ക് ഈ ഒരു ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദൂരം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കോൺക്രീറ്റ് ഇട്ട വഴിയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. പോകുന്നതൊക്കെ നമുക്ക് ഇതേമാതിരിയുള്ള ഒരു ആൽമരങ്ങളും
നല്ല അടിപൊളി സ്ഥലം കേട്ടോ, സൂപ്പർ സ്ഥലം തന്നെ പറയാം. വളരെ തണുത്ത ഒരു അറ്റ്മോസ്ഫിയറാണ്. വെള്ളച്ചാട്ടമാണെങ്കിലും വളരെ സേഫായിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ വന്ന് കുറേ നേരം ചില്ല് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ താങ്ക്സ് ടു സുസുക്കി, താങ്ക് യു ആപ്കോ സുസുക്കി ഈ റൈഡ് ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്ത് തന്നതിന്. ഇനി നേരെ താഴോട്ടേക്ക് ഇറങ്ങി പോകണം. ഫുൾ ഒച്ചപ്പുള്ളിയാണ് കേസ്, ഒന്നും പറയാൻ പറ്റില്ല. ഫുൾ ആർമാദിക്കാണ് ഇവിടെ വരുന്ന ആൾക്കാർ മൊത്തം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. ഇരുപ്പ് വാട്ടർഫാൾസും ഈ സുസുക്കിയുടെ നമ്മുടെ ചങ്ക് ബ്രോസിൻ്റെ കൂടെയുള്ള സ്റ്റോം റൈഡേഴ്സിൻ്റെ കൂടെയുള്ള റൈഡും. അപ്പോൾ എന്താ പറയാറുള്ളത്, അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് യാത്രകൾ എനിക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടേക്കുള്ള ഒരു എന്താ പറയുക ഊർജ്ജം എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞ് ഞാൻ ചളാക്കുന്നില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വീഡിയോ ഇത്ര നേരം കണ്ട് സഹിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. സോ സൈനിങ് ഓഫ്.